ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹം ഇന്നങ്ങനെ സാധ്യമായിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പരമ്പരാഗത കാനനപാതയായ പുൽമേട് വഴി ശബരിമലയിലേക്കുള്ള യാത്രയാണ്. മറ്റ് പാതകളെ അപേക്ഷിച്ച് ഇതുവഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ്. കനത്ത മൂടൽമഞ്ഞിനെയും മഴയെയും തുടർന്ന് അടച്ചിട്ടിരുന്ന കാനനപാത തുറന്നുകൊടുത്ത് രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ എണ്ണം എന്നത്തെക്കാളും കുറച്ച് കൂടുതലുണ്ടായിരുന്നു. യാത്ര ആരംഭിക്കുന്നിടത്ത് തന്നെ ഫോറസ്റ്റുകാരുടെ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന ബാഗുകളും മറ്റും ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കടത്തിവിടുകയുള്ളൂ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും തന്നെ മുകളിലേക്ക് കടത്തിവിടുകയില്ല. സത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തീർത്ഥാടകരുടെ പേരും മറ്റു വിവരങ്ങളും പാണ്ഡ്യത്താവളത്തിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കും. അവസാന ഭക്തനും പാണ്ഡ്യത്താവളത്തിൽ എത്തിയതിനു ശേഷം മാത്രമേ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി അവസാനിക്കുകയുള്ളൂ. ആദ്യത്തെ ഒരു 2 കിലോമീറ്ററാണ് കുറച്ചെങ്കിലും കടുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം കുത്തനെയുള്ളൊരു കയറ്റമാണ് ആദ്യത്തെ ഒരു 2 കിലോമീറ്റർ. സത്രത്തിൽ നിന്നും പുൽമേട് പാത രാവിലെ 7 മണിക്കാണ് തുറക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിവരെ മാത്രമേ തീർത്ഥാടകരെ അതുവഴി കടത്തിവിടുകയുള്ളൂ. കുത്തനെയുള്ള ഈ കയറ്റം അവസാനിക്കുന്നത് ഇവിടെയാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. കരടിയും കാട്ടുപോത്തും നിറഞ്ഞ നിബിഡമായ വനത്തിലൂടെയൊക്കെ നമുക്ക് യാത്രയിൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, പുല്ലുകൾ മാത്രം മുളയ്ക്കുന്ന മൊട്ടക്കുന്നുകളും വൻ ഗർത്തങ്ങൾ നിറഞ്ഞ മലയിടുക്കുകളിലൂടെയൊക്കെ നമുക്ക് യാത്രയിൽ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. വനത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം ക്ഷീണമൊന്നും അറിയില്ല കേട്ടോ. കാരണം നല്ല തണുത്ത അന്തരീക്ഷമാണ്, അതുപോലെ തന്നെ നല്ല ശുദ്ധവായുവാണ്. ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളെ കാണേണ്ടി വരും. കാരണം ആനയും കാട്ടുപോത്തും ഒക്കെ ഉള്ള വനമായതുകൊണ്ട് തന്നെ ആനപ്പിണ്ടവും കാട്ടുപോത്തിൻ്റെ ചാണകവും ഒക്കെ വഴിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. സ്വാമിയേ സ്വാമിയേ സ്വാമിയേ. ഇതുപോലെയുള്ള അതിമനോഹരമായ കാഴ്ചയും നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ കഴിയും. മഴയൊക്കെ മാറി നല്ല വെയിലായിരുന്നു നമ്മൾ പോയ സമയത്ത്. നമ്മളിപ്പോൾ വരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ നല്ല മൂടൽമഞ്ഞ് മഴയൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു. ഇന്ന് പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു. കാനനപാത വഴിയോ? ഈശ്വര, നിങ്ങളും പോകാൻ ഞാൻ ഞാനും പോകുന്നു.
ഈ ഒരു സ്ഥലത്ത് മാത്രമേ കുറച്ചെങ്കിലും പ്രശ്നമുള്ളൂ. കാരണം ഇവിടെ മഴ പെയ്ത് കിടക്കുകയാണെങ്കിൽ നല്ല ചെളിയാണ്. അതുകൊണ്ട് തന്നെ തെറ്റി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് സൂക്ഷിച്ച് വേണം ഇതുവഴി യാത്ര ചെയ്യാനായിട്ടുള്ളത്. തെറ്റി വീഴും. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. നമ്മൾ കൊണ്ടുവന്ന സ്നാക്സോ ഒക്കെ എന്തെങ്കിലും കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതൊന്നും തീരട്ടാണ് ഞാൻ പറയാം. ഈ വെയിലത്ത് തണലത്തോട്ട് പോയിരിക്കാം. വിളിക്കാം. നിവൃത്തിയില്ല. ഇങ്ങോട്ട് ഇരുമ്പോ ചെറുക്കായി, ഇപ്പുറത്ത് പറയുമ്പോ ഈ ബൈ. പിന്നെ ഇറങ്ങിയാൽ തറ കിടന്നു. കയറാൻ പറ്റും. ഇല്ല, കാരണം ഇരുപടി വേണം. അതിന് അവിടെ കാണും. കാണും. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ പുൽമേട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയുന്ന കാഴ്ചകളെല്ലാം ഇത് തന്നെയായിരിക്കും. കാരണം പുല്ലുകൾ മാത്രം മുളയ്ക്കുന്ന മൊട്ടക്കുന്നുകളാണ് ഇനി അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ ഈ യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്നത്. വിളിച്ചാൽ ഫോട്ടോ ക്ലാരിറ്റി ഇല്ല അതിനകത്ത്. നമ്മുടെ കൂടെ അമ്മമാരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സാവധാനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നീ രണ്ടു ഫോട്ടോ വീഡിയോ എടുക്കാതെ, അല്ലെങ്കിൽ ചെറിയ വീഡിയോ എടുക്കും. ചുവന്ന സാരി ഒന്നും കണ്ടില്ലല്ലോ. വണ്ടി വന്നില്ലായിരിക്കുമെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. ഓ അത് ശരി, വണ്ടിയൊക്കെ അവിടെ നിൽക്കണം. കൈകൂടിയൊക്കെ തല അത്തടി പോകുന്നത്
ഇവിടെയും നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് മുന്നോട്ട് പോകാം. ഫോറസ്റ്റുകാർ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് ഇനി 6 കിലോമീറ്ററാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് മുന്നോട്ട് പോകാം. ചെറിയ മഴക്കോളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ. കിട്ടിയാ നോക്കി വാ. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുത്തനെയുള്ള ഇറക്കമാണ്. നോക്കി അതിന്റെ പപ്പടായി പിടിക്കും. ഇനി കുറച്ചു നേരം അങ്ങോട്ടുള്ള യാത്ര കൊടും വനത്തിലൂടെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ നല്ല തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. ഞാൻ ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കാം. ചീവീടിൻ്റെ സൗണ്ട് അങ്ങനെ മുഴങ്ങി കേൾക്കാൻ കഴിയും നമുക്ക് ഈ വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അടുത്ത തവണ ഇതുവഴി ആയിരിക്കും വരണത്.
ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം ഇടത് സൈഡിൽ വളരെ വലിയ കൊക്കയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. ഇങ്ങോട്ട് പോകുമ്പോഴല്ലേ അറിയത്തുള്ളു. എന്തിനാണ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇവിടെ ഇരുന്നതാണ്. പക്ഷേ അധികം നേരം ഇരിക്കാൻ പറ്റിയില്ല. കുളയട്ട ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് എണീച്ച് പെട്ടെന്ന് പോകേണ്ടി വന്നു. ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ഒരു തവണയെങ്കിലും ഇതുവഴി യാത്ര ചെയ്തിരിക്കണം. കാരണം അത്രയ്ക്ക് മനോഹരമായ അനുഭവങ്ങളാണ് നമ്മളിവിടെ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും നമ്മൾ ഇതുവഴി യാത്ര ചെയ്യാൻ ശ്രമിക്കണം. ചിലപ്പോ 500-ന്റെ നോട്ടും കൂടെ ഒക്കെ വരും. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ച് മാത്രമേ പാണ്ടിത്താവളത്തിലേക്കുള്ളൂ. അപ്പോൾ ഇതുവഴി വരുന്ന എല്ലാ ഭക്തർക്കും നല്ലൊരു ശബരിമല യാത്ര ആശംസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.